ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നാളെ ന്യൂ ഇയർ ആണ്, പിന്നെ 2020 ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ചുമ്മാ പർച്ചേസ്, ന്യൂ ഇയറിന് വേണ്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പർച്ചേസിങ്ങിന് ഇറങ്ങിയിരിക്കുക ഞങ്ങള്. കേക്കും ബലൂണോ ഡെക്കറേഷൻസ് ഉള്ള ഐറ്റം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അധികം വളരെ ചെറുതായിട്ട് മാത്രം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞപ്പോൾ 31 ഡിസംബർ. ഇന്നിപ്പോ അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തു, നല്ല ക്ലൈമറ്റ് ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കാറിൽ പോയിട്ട് അതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങൾ പാലക്കാട് ടൗൺ പോവാന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ കഴിഞ്ഞൊരു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു വാൽപ്പാറയിൽ. അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പേഴ്സ് മറന്നു വെച്ചു. ഭാഗ്യത്തിന് ഞാൻ മറന്നു വെച്ചത് ഒരു ഷോപ്പിലാണ്. ആ ഷോപ്പിൽ ഓണറെ എനിക്ക് കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് ആ പേഴ്സ് തിരിച്ചയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു കൊറിയർ വരെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ച് അതും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊഴൽമന്നം പോകുന്നത്. ഉണ്ണിയുണ്ട്, അപ്പുണ്ട്, ബാക്കിൽ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞു. അപ്പോൾ 2020 അവസാനിക്കാൻ പോകുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാരും. 2020 ഒരു അടിപൊളി വർഷം അല്ലേ? അതിന്റെ സന്തോഷമാണ്. 2021 നന്നായിരുന്നാ മതിയായിരുന്നു അല്ലേ? 2021 നല്ലതാവാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. കാര്യം ഒരു ഹോപ്പ്. അതെ, ഒരു ഹോപ്പ് ഈസ് എവരിതിങ്. എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് ന്യൂ ഇയർ ഞങ്ങള് ഫാമിലി ആയിട്ട്. ഈ വർഷം കുറച്ചുകൂടെ സ്പെഷ്യാലിറ്റി ഉണ്ട്, കാരണം ഈ വർഷം ആഹാരം കൂടി ഉണ്ട്. അതെ, കുഴപ്പമൊന്നും പോലെ. അവിടെ അത്യാവശ്യം വലിയ ബേക്കറി ഒക്കെ ഉണ്ട്, കേക്കിന്റെ. അപ്പൊ അവിടുന്ന് കേക്ക് നോക്കിട്ട് അവിടെ തന്നെ ഇത് കിട്ടുമോ നോക്കണം. എന്താ പറയാ, ബലൂണും വേറെയുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ചെറുതായി കിട്ടുമോ നോക്കാം. ശരിക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തണുപ്പ് നിൽക്കുന്ന, കുറച്ച് വെള്ളം നിൽക്കുന്ന ടൈമുള്ള ഒരു അന്തരീക്ഷം ഭയങ്കര രസം അല്ലേ? നല്ല രസം. അതെ, പണ്ട് നല്ല രസമായിരുന്നു, ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. പണ്ട് നല്ല ലുക്കായിരുന്നു, പിന്നെ ലുക്ക് പോയപ്പോ ഇഷ്ടം പോയി. ആരെ ലുക്ക് പോയപ്പോ? പണ്ട് നമ്മളൊരു എന്താ പറയാ, ആ സമയത്തൊക്കെ ഒരു രസം. നീ UP സെക്ഷൻ പഠിക്കുന്ന സമയത്തല്ലേ? UP സ്കൂളിലെ ലവ് സ്റ്റോറി. വേണ്ടാ, ഇവിടുത്തെ ലാസ്റ്റ് നമ്മുടെ വീഡിയോ കാണുന്നവരെ അറിയാതെ എങ്ങാനും ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ അത് പറയുന്നത് കേട്ട് നമ്മൾ ആ വീടിന്റെ വീഡിയോ കൂടെ കാണിച്ചാലേ അവര് ചിലപ്പോ വരും. അവർക്ക് അറിയും വീഡിയോ ഇതല്ലേ വീട്, ഇവിടെ അല്ലേ? അതായത് അവൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, ഇവന് ഭയങ്കര ക്രഷായിരുന്നു. ഈ വീട് ഇതാണ് വീട്. അപ്പൊ പറയാത്ത കാര്യങ്ങൾ നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയാണ്. കുട്ടിക്കാലത്തിലെ ഓരോരോ കുൽസിത പ്രവർത്തികളല്ല. അപ്പൊ അല്ല, പെൺകുട്ടി ഭാഗ്യം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ സ്മോക്കിടെ അടിമയായിരിക്കേണ്ടി വന്നു തന്നെ. ഈ ഹോട്ടലിന്റെ പേര് നോക്കി, ഹോട്ടൽ വാതിൽ ജനൽ. അതല്ലേ എഴുതിയിരിക്കുന്നത്? ഹോട്ടലിന്റെ പേരുണ്ട്, അപ്പുറത്തെ കട വാതിൽ ജനൽ എന്നാണ്. രണ്ടും കൂടെ കൂട്ടി വെച്ചപ്പോ ഹോട്ടലിന്റെ പേര് വാതിൽ ജനലിനായി. ഇത് എങ്ങോട്ട് കാണിക്കണതോ? ഇങ്ങനെ കാണിക്കണോ? അങ്ങടെ പോണോ കാണിക്കണോ? ആ, ഗൂഗിള് നമ്മള് ചുറ്റിക്കും. നമ്മള് മിക്കതും അടുത്തന്നെ എത്തിപ്പെടും. അതിനുശേഷം ഏറ്റവും അടുത്തെത്തുമ്പോഴായിരിക്കും നമ്മള് പെടുന്നത്. ഉണ്ണിയോടെ ഉണ്ണി സ്ഥലം നോക്കി പോയിട്ട് വഴിമാറി പോയോ? എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ബിൽഡിംഗിലുണ്ട്. 1 മിനിറ്റ് കാണിക്കുന്നു. ക്രോസ് ചെയ്യണം അല്ലേ? അങ്ങനെ നമ്മുടെ പാഴ്സൽ കിട്ടി കേട്ടോ. ആക്ച്വലി പാഴ്സല് ആ ചേട്ടനോട് വേണം നന്ദി പറയാൻ. പ്രദീപ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ. ഞാൻ അവിടെ വാൽപ്പാറ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഷോപ്പിൽ കയറിയിട്ട് അവിടുന്ന് ചായപ്പൊടി വാങ്ങിച്ച് പൈസ കൊടുത്തതിന് ശേഷം ബാലൻസ് വാങ്ങുമ്പോൾ ഞാൻ പേഴ്സ് അവിടെ വെച്ച് തുറന്നിട്ട് പോന്നു. ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം കുറേ ആലോചിച്ച് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അവിടെ തന്നെ വെച്ചിരിക്കുന്നത് തോന്നി. അപ്പോൾ ഞാൻ നെറ്റിലും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ എന്താ പറയുക ഷോപ്പിൻ്റെ അഡ്രസ്സ് ഉണ്ട്, പക്ഷേ ഫോൺ നമ്പർ ഇല്ല. എന്നിട്ട് ജസ്റ്റ് ഡയലിൽ നിന്നെല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഫോൺ വിളിച്ചത്. അപ്പോഴേക്കും ആളിത് എടുത്ത് വെച്ചിട്ട് പിന്നെ അവിടുത്തെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമുക്കിത് ആൾ അയച്ചു തന്നു എനിക്ക് കൊറിയർ വഴി. അപ്പോൾ ഇപ്പോൾ പോയിട്ട് ഇത് കളക്ട് ചെയ്ത് വന്നിരിക്കുക. എൻ്റെ പേഴ്സാണിത്.
ചേട്ടൻ കവറിലൊക്കെ ഇട്ട് ഇതിന് പൊതിഞ്ഞിരിക്കുന്നു. താങ്ക് യു ചേട്ടാ. ക്യാഷ് ആയിരുന്നല്ല, പക്ഷേ ഇതിൽ കുറേ എൻ്റെ ATM കാർഡും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അത് ലാമിനേറ്റ് ചെയ്ത കോപ്പിയാണ്. പക്ഷേ ATM കാർഡും കാര്യങ്ങളൊക്കെയാണ് അതിനായിട്ട് സംഭവം എല്ലാം ഉണ്ട്. പ്രദീപേട്ടനോട് താങ്ക്സ്. റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഉണ്ണി അങ്ങനെ എന്റെ തടി കമ്മിയാവട്ടെ. നമുക്ക് നേരെ ആലത്തൂർ വിട്ടാലോ? ഞാൻ ഈ NH അവിടെ നേരെ ആലത്തൂർ വിട്ടിട്ട് അവിടുന്ന് മറ്റേത് വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോ വന്നാ പോരെ? അല്ലേ ഇനി വേണം ക്രോസ് ചെയ്യണ്ടാവണ്ടേ? തിരിച്ചു വരുമ്പോ വാങ്ങിച്ചാ പോരെ? എന്താ ഇന്ന് ഇത്രയും കാര്യമില്ല? ഇന്നലെ വരെ ഒന്നുമില്ല. 2020 അവസാനിക്കുന്നില്ല. 2020 അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അടിപൊളി മഴ. അതില് ബീപ്പ് കേൾക്കും തനിയെ. അത് ഗ്ലൗസ് അല്ലേ? ഗ്ലൗസ് ആണോ? അത് കാണിച്ചേ. അപ്പൊ ഗ്ലൗസ് അത് ഊതി വലുതാക്കിയേ. ഇത് നീ അത് ഊതി വലുതാക്കിയേ. തെങ്കാശി പട്ടണത്തിലെ അകടുണ്ടാക്കില്ലേ? എയർ ഫില്ല് നോക്ക് 23 ഉള്ളൂ കേട്ടോ അതില്. പൊട്ടിയോ? ബലൂണോ? അറിയില്ല. വളരെ പൊറോട്ടയും ബീഫും. ആലത്തൂര് നമ്മൾ നെറ്റിൽ നോക്കണം. എനിക്ക് കൃത്യമായില്ല. 2 പ്രാവശ്യം നമ്മൾ പോയില്ല. അപ്പോ 2 പ്രാവശ്യം 1 പ്രാവശ്യം പോയത്. 2 വട്ടം പോയാ? ഡിമാൻഡിങ് അറിയില്ല. നമ്മള് കുറെ പേര് യൂട്യൂബിൽ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കിടിലം പൊറോട്ടയും ബീഫും ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് പോയപ്പോഴും ചെറിയ കടയാണ്. പിന്നെന്താ മറ്റേ പെട്ടെന്ന് കഴിയുന്നുണ്ട് അവിടെ ഫുഡെല്ലാം. പറഞ്ഞാൽ നമുക്ക് ബൈക്ക് എടുത്ത് ഓഫ് റോഡ് പോവാം, ഓഫ് റോഡ് ചെയ്യാൻ പോവാം ഇന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് പോവാം, ന്യൂ ഇയർ ഡേ കഴിഞ്ഞിട്ട് പോവാം. ന്യൂ ഇയർ ഈ 2020 കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും സമാധാനമുണ്ട്. അടുത്ത വർഷം എങ്ങനെ ഉണ്ടാകുന്ന അറിയില്ല. എന്തായാലും ചെറിയൊരു ഹോപ്പ്. എല്ലാം നല്ല രീതിക്കായിരിക്കും, നല്ലൊരു വർഷമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ 2020 ഒന്നിനും ഒരു അഡ്വഞ്ചറിനും വേണ്ട അല്ലേ? ഗൈസ് നമ്മളിപ്പോൾ ആലത്തൂർ എത്തിട്ടോ. ആലത്തൂർ ടൗണിലോട് ഇടാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ട് ഗോയ്സ്. ഇവിടെ ആലത്തൂരിലൊരു കടയ്ക്ക് വന്നിരിക്കുകയാണ്. ഈ കട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലം ബീഫ് ഐറ്റംസും പിന്നെ പൊറോട്ടയും കിട്ടും ഇവിടെ. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാണ്. നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നന്നായി പാഴ്സൽ വാങ്ങിച്ചിട്ട് പോയിട്ട് കഴിക്കാം. അപ്പോൾ നല്ല ന്യൂ ഇയറിൽ, അപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ടും കുറച്ച് വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ പോയിട്ട് കഴിക്കാനും കുറച്ച് വാങ്ങിക്കുന്നുണ്ട്. നമ്മള് ബീഫും എന്താ പറയാ, ഒന്നും പറയണ്ട നീ. അല്ല നമ്മളെല്ലാം പാഴ്സലൊക്കെ വാങ്ങി ഇനി തിരിച്ച് കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. തിരിച്ചില്ലടാ, നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കേക്ക് വാങ്ങിക്കും. സമയം പോലെ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ന്യൂ ടോപ്പ് ഫുഡോറ ബേക്കറിയിലാണ്. ഇവിടെ വെറൈറ്റി ഓഫ് കേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കുറേ നോക്കിയിട്ട് ഇപ്പോൾ ബ്ലാക്കും വൈറ്റ് ഫോറസ്റ്റും കൂടെ മിക്സ് ആയിട്ടുള്ള കേക്കാണ് വാങ്ങിയിരിക്കുന്നത്. പക്ഷേ ഓൾറെഡി വീട്ടിൽ വേറൊരു കേക്ക് ഉണ്ട്, ചോക്ലേറ്റ് കേക്ക് ഉണ്ട്. അപ്പോൾ 2 കേക്കാണ് ഇത്തവണ ന്യൂ ഇയറിന് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി മുറിക്കാൻ വേണ്ടി വാങ്ങുന്നത്. സുധീഷ് മോഹൻലോ ചേട്ടൻ ഉണ്ടാക്കുന്നത് ഓർഡർ എത്ര മണിക്കാണ്? 20 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം 15 മിനിറ്റ് ഏത് തരം കേക്ക് നിങ്ങൾ ഏത് ഡിസൈൻ തന്നാലും റെഡ് വെൽവെറ്റ് ഒക്കെ കിട്ടും. റെഡ് വെൽവെറ്റ് ഉണ്ട്. കണ്ടില്ല, 15 മിനിറ്റ് ഏത് തരം കേക്കും 15 മിനിറ്റ് റെഡി. നല്ല ഐറ്റം ഇപ്പ് വേണോ ഫ്രൂട്ട് വൈൻ വേണോ? ഇതാണോ? ഇത് മതിയാണ്. എല്ലാ കളേഴ്സിൻ്റെ
ഉണ്ണി ചായ കുടിക്ക്. ചായ പായസം പോലെ ഇരുന്നിട്ടാ. എത്ര പേരാണ് വേർപ്പിച്ച ഉണ്ണി? 2. അപ്പൊ മുടി കെട്ടി വെക്കും, പേടിയാണോ? ന്യൂ ഇയർ ദിവസം രാത്രി ഇങ്ങനെ മുടിയൊന്നും വെട്ടിട്ട് പുറത്ത് പോയാൽ ആൾക്കാർ പേടിക്കും. അത് ചുട്ടു നോക്കുന്നത് കൊച്ചു തൊപ്പിയൊക്കെ വെച്ച് എന്താ ആരും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചില്ല. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനല്ലേ? 11:50 ആകുമ്പോ എല്ലാം റെഡി ആക്കി വെക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാടാണ്. ക്യാമറ എടുത്ത് കൊണ്ടുപോകുമ്പോ എടുക്കാനാണ് പറ്റി. മുടി കെടുവരുത്ത് അച്ഛൻ ചെത്തി കൊടുക്കുക. പാപ്പ മീനു പാപ്പ മീനു അമ്മയും കൊഞ്ഞ പണിയിലാണ്. ഈ പോയ സെറ്റിയൊക്കെ മാറ്റി ഞങ്ങൾ ന്യൂ ഇയറിന് ചെറിയൊരു കലാപരിപാടി തുടങ്ങാൻ പോകും. അങ്ങനെ ഹോള്, നമ്മുടെ വലിയൊരു ഹോള് പ്ലേ ഗ്രൗണ്ട് ആക്കിയിരിക്കുകയാണ്. നമ്മുടെ സുന്ദരി റെഡിയാണ്. അതുകൊണ്ട് പേരെന്താടാ? സുന്ദരുടെ പേരെന്താണ്? സുന്ദരുടെ പേരെന്താണ്? ശ്രീജിത്ത്. ശ്രീജിത്ത്. ശ്രീജിത്ത് അല്ല, സുന്ദരുടെ പേരെന്താണ്? ബിജിത. ആദ്യം നമുക്ക് ജാക്കറ്റ് ഇട്ട് കൊടുക്കാം സുന്ദരിക്ക്. മുടിയൊക്കെ ഉണ്ട്. ബ്ലൗസ് എലാസ്റ്റിക് ആയതുകൊണ്ട് കുഴപ്പമില്ല, നന്നായി വലിയ ബ്ലൗസ് വേണോ? അല്ല ബെൽറ്റാ അമ്മ തിരിച്ചിട്ടു. ഞാൻ പറഞ്ഞു എങ്ങനെയല്ല ഇടുക. കറക്റ്റല്ല, കറക്റ്റാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? അയ്യേ, പെട്ടെന്ന് സുന്ദരി റെഡിയാക്കടാ. ആ സെറ്റ് സുന്ദരി കേട്ടോ. സാരി ഉടുക്കാൻ അറിയുന്ന ഇനി എന്താ മുണ്ടുടുപ്പിക്കല്, സാരി ഉടുപ്പിക്ക്. സുന്ദരി ഭീമന്റെ അനിയത്തിയെ തോന്നുന്നു. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കില്ലാടി സെറ്റപ്പ് കേട്ടോ. നീ എവ്വളോ சொன்ன நான் உன்னோட അടുത്ത അക്കൗണ്ടാണ്. കലിപ്പന്റെ കാന്താരി. ആഹാ, സ്റ്റെപ്പ്
ഇന്ന് നീ തന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ല. ഞാൻ മിണ്ടാത്ത ഒരു ഓർഡർ വലിയ പൊട്ട് വലിയ പൊട്ടി കണ്ണടച്ച് കുടിക്കണ്ട ഓക്കെ. പിടിക്കരുത്. വേറെ എങ്ങനെ പിടിക്കാൻ പാടില്ല, വേറെ എങ്ങനെ പിടിക്കാൻ പാടില്ല. തപ്പി നോക്കാനൊന്നും പാടില്ല, കറക്റ്റേ വെക്കണം. ഒരു വിരലുകൊണ്ട് വെക്കണം. തപ്പി നോക്കാൻ പാടില്ല. കറക്റ്റായി പറഞ്ഞല്ലോ. ഇതെത്ര? ഇതെത്ര? ആ കറക്റ്റാ. കണ്ണ് കണ്ടു. റെഡി അല്ലേ സുന്ദരി? വാ 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 വാ. കറക്ക് കറക്ക് കറക്ക്. വാ വാ മതി മതി. ആ സുനി തല കറങ്ങും. സുനി എനിക്ക് കുറച്ച് ടൈറ്റ് കമ്മിയാക്കായിരുന്നു. അടിപൊളി. കറക്റ്റ് ലൊക്കേഷനൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി അടിപൊളി. സൂപ്പർ സൂപ്പർ. പൊയ്ക്കോ. സെറ്റപ്പാണ്. സുന്ദരി അവിടെ തന്നെ ഉണ്ട്, നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. കറക്റ്റ് ലൊക്കേഷനാണ്. ആ കണ്ണ് മോളിക്ക് നോക്കരുത്. മോളിക്ക് നോക്കി ഔട്ടാണ്. അടുത്തെത്തി. വെച്ചോ പൊട്ട് വെച്ചോ. വെച്ചോ. കൈയോട് തൊടാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ, കാലോട് തൊടാനോ. പറഞ്ഞോ അമ്മ ഞാനാണ് സുന്ദരിക്കോ. എത്ര പറയുമ്പോ? 9. ഇതെത്ര പറയുമ്പോ? 3. തിരിഞ്ഞും പണിമ്മ. ഓക്കെ റെഡി. തൊടാറായിരിക്കണോ? 26. അവർക്ക് ഷോക്കേസ് ആണെന്ന് മനസ്സിലായി. അവിടെ കട്ടി പോലെ സുന്ദരന്റെ സ്ഥാനം പറയല്ലോ. അപ്പൊ അമ്മ കണ്ണു കണ്ടെന്നർത്ഥം. പക്ഷെ കറക്റ്റ് വെക്കണം, തപ്പാൻ പാടില്ല. വെച്ചു. പക്ഷെ അമ്മ ഔട്ടാണ് ശരിക്കും കേട്ടമ്മ. പല പ്രാവശ്യം ചോദിക്കുന്നൊക്കെ തെറ്റിട്ടാ വന്നേ. ഓപ്പൺ ചെയ്യുന്നു. ഇന്ന് തൊട്ട് തുടങ്ങുകയാണ് ഗൈസ്. അതെ, ഇപ്പൊ കറക്റ്റ് 12 മണി. അതെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു പുതുവർഷം എല്ലാവർക്കും നേർന്നുകൊണ്ട്. അതെ, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മൾ വൈനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പീസ് എടുത്തേ. ഇതൊന്ന് ദിനോസറാ. അവൻ പോണ്
ഡിനോസറോ? അപ്പൊ ഇവനോ കേക്കില്ലടാ നിനക്ക്? ഹാപ്പി ന്യൂ ഇയർ. ചെറിയൊരു വിസേ വായി വെച്ച് കൊടുക്കായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് പറയണ്ടേ? ഹാപ്പി ന്യൂ ഇയർ പറയാറുണ്ട്. ആഹ്ലാദ പ്രകടനം ചെയ്യാ. അവൻ ടെൻഷനായി നോക്കണു. പേടിച്ചോ? കുറച്ചുകൂടെ Drunk and tipsy in the shop, Kal and curry on the house, vibing with the nut pump, tripping on a kuttu paatu. In a shop, tripping in Puntup, vibing with the thing, chilling with the chunk. People call me Vara, make me so sad. I was only chilling on a bar. I'm happy that I'm young, I'm happy that I'm fun. Indini kanna kadibai, Indini Valentine's bro, Indini paridabam bro, Indini kanniru bro, vendavale vendivale. Drunk in a shop, tripping in Puntup, vibing with the thing, chilling with the chunk. In a shop, Kal and curry on the house, vibing with the nut pump, tripping on a kuttu paatu. Indini Valentine's bro, Indini paridabam bro, Indini kanniru bro, vendavale vendivale. Drunk, I'm a nirukali drunk, now an alkali drunk, I'm a nittukali, adichu poosu malayali, Rajini pola mass if I'm drunk, baby dance, simple moves theriyadu, only nod and moonwalk, aa vaalu kondu njan pookalam ittu kavalayilla njan aalu kalichu nokki chiricha chechi maara thirinju nokki njanam vilichu dance, like it don't catch a fun, and the snow say I feel like the energy beat so vedichu kottu pattu kettu petachu Hennessy. Drunk in a shop, tripping in Puntup, vibing with the thing, chilling with the chunk. In a shop, Kal and curry on the house, vibing with the nut pump, tripping on a kuttu paatu. Indini